സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാത്രേ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടെന്ന് ഞങ്ങൾ പാടിയല്ലോ കർത്താവേ. ആ ഇഷ്ടം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമാകുവാൻ കർത്താവെ ഇന്ന് കൃപ ചെയ്യുമാറണമെന്ന് അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി വചനത്താൽ അടിയങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറണമെന്ന് അപേക്ഷിക്കുന്നു. അടിയനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അടിയങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ചിന്തകൾ, നിരൂപണങ്ങൾ എല്ലാം അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ജീവിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ കടന്നു പോകാൻ വലിയവനായ ദൈവം കൃപ ചെയ്യുന്നുണ്ട്. ചെല്ലുന്ന സ്ഥലങ്ങളിൽ അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല, മറിച്ച് തിരിച്ചും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സഭയിൽ വരികയും നിങ്ങളോടൊത്തായിരിക്കുകയും പ്രിയപ്പെട്ടവരെ ആ ക്ലാസ്സിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും വലിയവനായ ദൈവം കൃപ ചെയ്തത് അടിയങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് എടുത്തു പറയുന്നു. ഇന്നത്തെ ഒരു ചുരുക്കമായിട്ടുള്ള ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 3 വരെ. ഡ്യൂട്രോണമി ചാപ്റ്റർ 8. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ഞാനൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണ്, ഇതൊരു ചോദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു കാര്യമാണ്. വിൽ ബൈ ടുമാറോ ബി ബെറ്റർ ദാൻ ടുഡേ? എൻ്റെ നാളകൾ ഇന്നത്തേക്കാൾ മെച്ചമായിരിക്കുമോ എന്നുള്ള ചിന്ത. ഇവിടെ ഇരിക്കുന്ന ചിലരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, പ്രത്യേകിച്ച് BE ക്ലാസ്സിൽ പഠിക്കുന്നവരെ. മറ്റുള്ളവരെ മിക്കവാറും ആരെയും ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ നിങ്ങളെല്ലാം ജീവിതത്തിലെ പല സ്റ്റേജസിൽ പല തുറകളിലുള്ള വ്യക്തികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരുടെയും സിറ്റുവേഷൻസ് പലതായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വിചാരിക്കും, ഞാൻ കോളേജിൽ പോകുമ്പോൾ എൻ്റെ ജീവിതം കുറച്ച് മെച്ചമാകും. മാതാപിതാക്കളുടെ ആ ഒരു കൺട്രോളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ് ഒരു ഫ്രീഡം അനുഭവിക്കുമ്പോഴത്തേക്ക് സ്ഥിതികളൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും. കോളേജിൽ പഠിക്കുന്ന ഒരാൾ വിചാരിക്കും, എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ എൻ്റെ ജീവിതം നല്ലതായിരിക്കും എന്നായിരിക്കും. കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും, കല്യാണം കിട്ടിയാലൊന്ന് രക്ഷപ്പെട്ടു. പെട്ടവരുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ജോലി ചെയ്യുന്നവർ വിചാരിക്കും, റിട്ടയർ ആകുമ്പോഴെങ്ങനെ ആയിരിക്കും. റിട്ടയർ ആയിരിക്കുന്നവർ വിചാരിക്കും, എൻ്റെ നാളുകൾ എങ്ങനെയാകാൻ പോകുന്നു, വയ്യാതാകുമ്പോഴെങ്ങനെയായിരിക്കും, എൻ്റെ നാളെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്ത പല ജീവിതത്തിൻ്റെ സ്റ്റേജസിലും നമ്മളെ ഭരിക്കാറുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ദൈവം നമ്മളെ നിന്നാണ് ഓർപ്പിക്കുന്നതെന്ന് പ്രത്യേകിച്ച് നോക്കാം. മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തി കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർ യോർദാൻ്റെ അക്കരെ നിന്നുകൊണ്ട് തിരിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു സംഭവമായിട്ടാണ് നമ്മളിതിവിടെ കാണുന്നത്. അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം. അവർ ആ ഒരു വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാറായി അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയം. ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മറ്റൊരു സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഏത് അവസ്ഥയിലാണേലും അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് കാണും.
കല്യാണം കഴിച്ചവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, കുഞ്ഞുങ്ങൾ വളരുന്നു. ഓരോ സ്റ്റേജും നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഓർക്കാനുള്ള ചില ചിന്തകൾ ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സകലതും, ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം എന്നുള്ള പറയുന്നുണ്ട്. സകല കൽപ്പനകളും. ഇംഗ്ലീഷിൽ ബി കെയർഫുൾ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, ഉള്ളവരായിട്ട് ജീവിക്കണം എന്ന് അവിടെ ഒരു ചിന്ത നമുക്ക് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെന്നുള്ളത് അടുത്ത വാക്യത്തിൽ കാണുന്നു. ആ ചിന്തയാണ് കൂടുതലായിട്ട് ഇന്ന് നമുക്ക് ചുരുക്കം സമയത്തിൽ ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഇവിടെ കാണുന്നത് എന്തിനാണ് ദൈവം അവരെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുപോയത്. 2 പോയിന്റ് ആ വാക്യത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാം. നാം എല്ലാവരും വചനം പഠിക്കുന്നവരാണല്ലോ. 2 കാര്യങ്ങൾ ദൈവം യഹോവ അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നു. അവരെ 40 വർഷം ആ മരുഭൂമിയിൽ കൊണ്ട് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അവിടുന്ന് മിസ്രൈമിൽ നിന്ന് വിട്ടപ്പോഴത്തേക്ക് ഒരു 2 വർഷത്തെ പ്രൊജക്റ്റായിട്ട് വന്നവരാണെങ്കിൽ അത് 40 വർഷമായിട്ട് തീർന്നപ്പോൾ ആ മരുഭൂമിയുടെ അനുഭവത്തിൽ 2 കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ച്. ഒന്ന്, അവരെ താഴ്ത്തുവാൻ. 2, പരീക്ഷിക്കാൻ. താഴ്ത്തുക, പരീക്ഷിക്കുക. ഈ 2 കാര്യങ്ങൾ യഹോവ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളും അനുഭവിക്കുന്നതാണ്. രോഗങ്ങളാലാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, ജോലികളാകാം, മറ്റു നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളാകാം. ഇതാണ് മരുഭൂമിയുടെ അനുഭവം നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ക്രിസ്തീയ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈ മരുഭൂമിയുടെ അനുഭവത്തിൻ്റെ അകത്ത് നടക്കുന്ന 2 കാര്യമാണിത്. അതാണ് ദൈവം നമ്മെ താഴ്ത്തുകയും നമ്മെ പരീക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മളെ പരീക്ഷിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാൻ വേണ്ടി പരീക്ഷകൾ നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ട്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. പിന്നെ ആർക്കറിയാൻ വേണ്ടിയാണ്? നമ്മളെ കൂടെ കാണിച്ചു തരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്താണെന്ന്. അതിനാണ് പരീക്ഷ തരുന്നത്. പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും നമ്മളത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷയിൽ കൂടി പോകണം. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ നന്നായിട്ട് ഓടുന്നൊരു വ്യക്തിയായിരുന്നു. അതെങ്ങനെ എനിക്കറിയാമെന്നറിയാവോ? എൻ്റെ ചിന്തയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എനിക്കത് വലുതായിട്ട് അറിയത്തുമില്ലായിരുന്നു. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എല്ലാവരും കൂടെ ഒരു ഒറ്റ ഓട്ടമാണ് വെള്ളം കുടിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലണം വെള്ളം കുടിക്കാൻ. അവിടെ കുറേ പൈപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലെ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന കാലമല്ല. അപ്പോൾ 4-5 പൈപ്പുണ്ട്. അവിടെ പോയി വേണം സ്കൂളിലെ എല്ലാ പിള്ളേരും വെള്ളം കുടിക്കാൻ. അപ്പോൾ പലപ്പോഴും ഞാനായിരിക്കും അവിടെ ആദ്യം എത്തുന്നത്. അപ്പം അവിടെ നിന്ന് വെള്ളം കുടിച്ച് ഞാനിങ്ങി പോരും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കസിൻ സ്കൂളിൽ, ഈ സെയിം സ്കൂളിൽ പഠിച്ച ആൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഓട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തി. ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിച്ചു, സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചു, നാഷണൽ ലെവലിൽ മത്സരിച്ചിട്ട് 1ാം സ്ഥാനം വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത പോയി, എടാ ഇവൻ ഓടാൻ സാധിക്കുമെങ്കിൽ എനിക്കും ഓടാൻ സാധിക്കുമല്ലോ. എനിക്കറിയാമായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഓടാം, പക്ഷെ ഞാൻ ഒരു പന്തയത്തിലും, ഒരു ഓട്ടപ്പന്തയത്തിലും, ഒരു റേസിലും പങ്കെടുക്കാത്തതുകൊണ്ട് ഐ ഹാവ് നോട്ട് പ്രൂവ്ഡ് ദാറ്റ്. ദൈവം പരീക്ഷകൾ തരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്തെന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ തികഞ്ഞവരായിട്ട് തീരുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയില്ല. നന്നായിട്ട് പഠിപ്പിക്കും, കുട്ടികളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ആ കോളേജിൽ പരീക്ഷകളേ ഇല്ല. അവിടെ പഠിച്ച് കുറേ ഡോക്ടർമാർ വെളിയിലിറങ്ങും. നമ്മളാരെങ്കിലും അവരടുത്ത് ചികിത്സയ്ക്ക് പോവുമോ? അതുകൊണ്ടാണ് പരീക്ഷകൾ വേണം,
അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അവർക്ക് ലൈസൻസിങ് വേണം. ഇതെല്ലാം കഴിഞ്ഞാലേ അവർ തെളിയുന്നുള്ളൂ അവർ അതിന് ക്വാളിഫൈഡ് ആയിട്ടാണെന്നുള്ളത്. വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെയുള്ള പരീക്ഷകൾ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. പരിശോധനകൾ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിലും കോളേജിലും ചെയ്യുന്ന പോലുള്ള പരീക്ഷകൾ. അത് എപ്പോഴും കഷ്ടങ്ങൾ പ്രയാസങ്ങളാകണമെന്ന് നിർബന്ധമില്ല, നല്ല കാര്യങ്ങളും ആകാം. ആ പരീക്ഷകൾ ദൈവം നമ്മുടെ മുമ്പിൽ പലപ്പോഴും തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദാമിനെയും ഔവ്വയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവിടെ ഒരു വൃക്ഷം വെച്ച് ഒരു പരീക്ഷ അവർക്ക് നൽകി. എന്തിനാണ്? ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടോ, അവർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ആശ്രയിക്കുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. നമുക്കറിയാം അതിൻ്റെ പരിണിത ഫലം എന്തുവായിരുന്നെന്ന്. തോറ്റ ഒരു പരീക്ഷ അവിടെ കാണുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ കൊടുത്തു. അബ്രഹാം പാസ്സായോ തോറ്റോ? പാസ്സായി കഴിഞ്ഞപ്പോൾ യഹോവ എന്താണ് അബ്രഹാമിനോട് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഉൽപ്പത്തി 22-ന്റെ 16-17. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അത്രയാലും മതി. നീ ഇത് ചെയ്തത് കൊണ്ട്, നീ നിന്റെ ഏകജാതനായ പുത്രനെ നൽകാൻ മടിക്കാതെ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എന്തിനാണ് ദൈവം നമുക്ക് ഈ പരീക്ഷകൾ തരുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഇതാണ്. അവൻ്റെ പർപ്പസ് ഇതാണ്, നമ്മളെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കാൻ. ഈ പരീക്ഷകൾ നമ്മൾ പാസ്സാകുമ്പോൾ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുന്നു. അതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടത്. അപ്പോഴാണ് ഈ വാഗ്ദത്തങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ട് നീ ഇത് ചെയ്തത് കൊണ്ട് നീ ഈ പരീക്ഷ പാസ്സായത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദാനിയേലും കൂട്ടുകാരും ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് ഞങ്ങളെ പരീക്ഷിച്ച് നോക്കുക എന്നാണ് പറഞ്ഞത്. അവരെ തന്നെ പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോസേഫിൻ്റെ ജീവിതത്തിൽ എത്ര പരീക്ഷകൾ കുഴിയിലിട്ടു, അടിമയായിട്ട് വിട്ടു, പോത്തിഫറിൻ്റെ ഭവനത്തിൽ, കാരാഗ്രഹത്തിൽ, അവിടെയുള്ള കാര്യങ്ങൾ, ഒരു സീരീസ് ഓഫ് ടെസ്റ്റ്. യോസേഫിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ പരീക്ഷകളുടെ എല്ലാ റിസൾട്ടും ഒന്നിച്ച് അവസാനമേ കൊടുത്തുള്ളൂ. ഓരോ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിസൾട്ട് യോസേഫിന് അറിയാൻ സാധിച്ചില്ല. താൻ വിശ്വാസത്തോടുകൂടി പിടിച്ചു നിന്നു. ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ്, 2 ടെസ്റ്റ്, 3 ടെസ്റ്റ്, എല്ലാ എക്സാമും കൂടെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഒരു റിസൾട്ട് അങ്ങോട്ട് എടുത്ത് ദൈവം യോസേഫിന് കൊടുത്തു, ഉയർത്തി. യോസേഫ് അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ച് കാണും, വിൽ മൈ ടുമാറോ ബി ബെറ്റർ ദാൻ ടുഡേ? എൻ്റെ നാളെ ഇന്നത്തേക്കാൾ മെച്ചമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത പരീക്ഷയും പാസ്സായി. അങ്ങനെ പരീക്ഷകൾ കടന്നു പോയി അവസാനം റിസൾട്ട് കൊടുക്കുന്നതായിട്ട് കാണും. പുതിയ നിയമത്തിലേക്ക് കടന്നു നോക്കിയാട്ടെ, അനന്യാസും സഫരിയയും അപ്പോസ്തല പ്രവൃത്തികൾ 5 നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് കുറേ എടുത്ത് വെച്ചിട്ട് ഒരംശം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവരവരുടെ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കുറേ എടുത്തു വെച്ച ശേഷം ഒരു അംശം കൊണ്ട് അവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗികമായിട്ടുള്ള ഒരു അനുസരണം. ടെസ്റ്റ് പകുതി പാസ്സായി, അല്ലെങ്കിൽ കുറച്ച് പാസ്സായി. അത് മുഴുവനായിട്ട് തോറ്റതിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, എൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത സകല കൽപ്പനകളും പാലിക്കുക എന്ന്. പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് പത്രോസിന് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ആദ്യമേ അങ്ങോട്ട് കൊടുത്തു. എന്തുവാ പറഞ്ഞേ? കോഴി കൂവും മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളി. ടെസ്റ്റിൻ്റെ ഔട്ട്കമും കൊടുത്തു. പത്രോസ് എഴുതാൻ പോകുന്ന ആൻസറോട് എഴുതി അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തു. നിൻ്റെ ആൻസറും ഇതാ, പിടിച്ചോ. എന്നിട്ടാണ് പത്രോസ് പരീക്ഷയ്ക്ക് പോയത്. ചോദ്യം ഉത്തരവും കൊണ്ടുപോയ പത്രോസ് അമ്പേ പരാജയപ്പെട്ടു. അതിൻ്റെ അവസാനം നമ്മൾ എന്തുവാ കാണുന്നതെന്ന് അറിയാമോ? അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു.
He went out and wept bitterly. ഇതാണ് താഴ്ചയുടെ അനുഭവം. എന്തുവാണ് മോശ പറഞ്ഞത്? നിങ്ങളെ താഴ്ത്തുവാനും നിങ്ങളെ പരീക്ഷിക്കുവാനും. പരീക്ഷയ്ക്ക് 2 റിസൾട്ട്. ഒന്ന്, പരീക്ഷ ജയിക്കും. എന്തുവാണ് അവിടെ കാണുന്നത്? ഐശ്വര്യമായി അനുഗ്രഹിക്കും. പരീക്ഷ തോൽക്കുക, അതിദുഃഖത്തോടെ കരയുക. അവിടെ എന്തുവാണ് പത്രോസ് തോറ്റുപോയെന്നാണ് നമ്മൾ പറയുന്നത്. പത്രോസ് വാസ് ഹംബിൾഡ്, എളിമപ്പെട്ടു, തന്നെ താനെ താഴ്ത്തി അതിദുഃഖത്തോടുകൂടി കരഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് പത്രോസിനെ പുനഃസ്ഥാപിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആണെന്ന് നമ്മൾ ഇവിടെ കാണുന്നു. കർത്താവ് പത്രോസിൻ്റെ ടെസ്റ്റ് അതോടുകൂടി തീർന്നില്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ വീണ്ടും പല ടെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ത്യോക്യയിൽ ചെന്നപ്പോൾ താൻ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നെങ്കിലും അവിടെ കുറച്ച് യഹൂദവാദികളൊക്കെ വന്നപ്പോൾ അത് ഉപേക്ഷിച്ച് അവൻ മാറി നിന്നതായിട്ടുള്ളത് കണ്ട് അവിടെ ഒരു ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് പത്രോസ് വീണ്ടും തോറ്റിരിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ദൈവം വീണ്ടും പത്രോസിനെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണെന്നുള്ളത് നമുക്ക് വചനത്തിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കുക. 1-ാം ക്ലാസ് പാസ്സായാലേ 2-ാം ക്ലാസ്സിൽ പോകത്തുള്ളൂ, 2-ാം ക്ലാസ് പാസ്സായാലേ 3-ാം ക്ലാസ്സിൽ പോകത്തുള്ളൂ. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജ് നമ്മൾ കടക്കുമ്പോൾ, ചെറുപ്പം മുതൽ നമ്മൾ മുതിർന്നവരും തോറും, അതുപോലെ പ്രായമേറി വരുമ്പോഴും, റിട്ടയർ ആകുമ്പോഴും, അത് കഴിഞ്ഞും സുഖമില്ലാതായിരുന്ന അവസ്ഥയാണല്ലോ. ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷകൾ നൽകിയിട്ടുണ്ടോ? ആ പരീക്ഷയിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഏതൊരു പരീക്ഷകളായിരിക്കാം, പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ദൈവം നമ്മുടെ മുമ്പാകെ കൊണ്ടുവെക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ മുമ്പാകെ ചില വ്യക്തികളെ അയക്കും, നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണുക. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ടുവരുമായിരിക്കും, നാം അതെന്താണ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ചില അനുഗ്രഹങ്ങളെ തന്നിട്ടായിരിക്കും നാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നായിരിക്കും ദൈവം നമ്മളെക്കുറിച്ച് നോക്കുന്നത്. ചില നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്, ചില അവസ്ഥകൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന പരീക്ഷകളായിരിക്കാം. നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച് പോകുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷകളും നമ്മൾ പാസ്സായി പോകും. സമർപ്പിക്കപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ അനുഗ്രഹം നമ്മൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, എബ്രായർ 13:2. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അടുത്ത വാക്യം ഓക്കെ, 1-2 കൂടെ ചേർത്ത് വായിക്കാമോ? സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടെസ്റ്റാണ്. ആരോ വീട്ടിൽ വന്നു, അവരെ അറിയാതെ അങ്ങ് സൽക്കരിച്ചപ്പോഴത്തേക്ക് അത് വലിയൊരു കാര്യമായിട്ട് മാറിയിട്ട് കാണുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ തരും. നമ്മളത് പരീക്ഷയായിട്ട് മനസ്സിലാക്കുന്നില്ലായിരിക്കും. അറിയാതെ അങ്ങ് അനുസരിച്ച് പോകുന്നു, അറിയാതെ അങ്ങ് പാസ്സായി പോകുന്ന ചില അനുഭവം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കോളേജിൽ 2 സീനിയർ ലെക്ചറേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ സീനിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും സീനിയർ, പക്ഷേ ചെറുപ്പക്കാരായ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ കല്യാണം കഴിച്ചത് പീറ്റർ സാർ ഞങ്ങൾ വിളിക്കുമായിരുന്നു. അദ്ദേഹം ഞങ്ങളവിടെ പഠിക്കുന്ന കാലത്താണ് വിവാഹം കഴിച്ചത്. ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും സാറിനെ ഓർക്കും. അതായത് പുള്ളി വിവാഹം കഴിച്ച് തിരിച്ച് കോളേജിൽ വന്ന് ആദ്യത്തെ ശനിയാഴ്ച രാവിലെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, ഇപ്പോഴത്തെ കുവൈറ്റിലുള്ള പാസ്റ്റർ ഷെറി, സോണിയ ഇവിടെ ഉള്ള ആളാണല്ലോ അല്ലേ, ഞാനും ഷെറിയും കൂടെ ഈ സാറിൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നു. അവർ പുതുതായിട്ട് കല്യാണം കഴിച്ച് അവരുടെ നാട്ടിൽ നിന്ന് പാലക്കാട് വന്നതാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പസമയം ചായ കുടിച്ചു. സാർ പറഞ്ഞു ഉണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഷേളി ചേച്ചിയുടെ മുഖത്ത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ.
അപ്പം അവർ രണ്ടും കൂടെ എന്തോ കുശുകുശുക്കുന്ന കേട്ടു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഞങ്ങളവിടെ ഇരുന്നു. അവർ ശാപ്പാടുണ്ടാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു. അവർക്ക് 2 പ്ലേറ്റേ ഉള്ളായിരുന്നു. ആ 2 പ്ലേറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ഏതാണ്ട് ചട്ടിയുടെ കലത്തിൻ്റെ അടപ്പിനകത്ത് അവരും കഴിച്ചു. അവർ ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങൾക്ക് വേണ്ടുന്ന സ്നേഹം തന്നു, ഞങ്ങളെ പറഞ്ഞു വിട്ടു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു ടെസ്റ്റായിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ടെസ്റ്റ് അവർ പാസ്സായതുകൊണ്ട് ദൈവം അവരുടെ മിനിസ്ട്രി അങ്ങ് അനുഗ്രഹിച്ചു. എത്ര 100 കണക്കിന് കുഞ്ഞുങ്ങൾ അവരുടെ മിനിസ്ട്രി മൂലം കർത്താവിനെ അറിയാനിടയായി. അന്ന് ഞങ്ങളോട് പറയായിരുന്നു, നിങ്ങൾ ഇന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നതല്ലേ, ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ വേറെ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അവരുടെ വിളി അനുസരിച്ച് അവർ കർത്താവിനെ അങ്ങ് അനുസരിച്ചു. അത് അവർ വിചാരിച്ച് കാണത്തില്ലായിരിക്കും ഒരു ടെസ്റ്റാണ്. അവരിപ്പോഴും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, അത് അവരുടെ ജീവിതത്തിൽ ഒരു ടെസ്റ്റായിരിക്കും. കാര്യം മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവ് അവരെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു, അവരുടെ വേലയെ അനുഗ്രഹിച്ചു. കാര്യം ആ ടെസ്റ്റ് അവർ പാസ്സായതുകൊണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ്. എൻ്റെ ആദ്യകാല ജോലി സമയത്ത് എൻ്റെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. അത് ശരിക്കും കേൾക്കത്തില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മാസങ്ങൾ പൈസ സ്വരൂപിച്ച് വെച്ചാലേ സാധിക്കത്തുള്ളൂ. ഞാൻ അതിനു വേണ്ടി പൈസ സ്വരൂപിച്ച് വെച്ചുകൊണ്ടിരുന്നു. വാങ്ങിക്കാമെന്ന് വിചാരിച്ച മാസം ഒരു സ്റ്റുഡൻറ്റിൻ്റെ സഹോദരിയുടെ വിവാഹം വന്നു. അവർക്ക് പൈസ ഇല്ലയെന്ന് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഫോൺ വാങ്ങിക്കാൻ വെച്ചിരുന്ന പണമെടുത്ത് അവർക്ക് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ 3 മാസത്തിനുള്ളിലാണ് ഞാൻ ജോലി മാറിയത്. 1 മാസത്തെ ശമ്പളം കൊണ്ട് 3 or 4 ഫോൺ വാങ്ങിക്കാം. ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ അതൊരു പരീക്ഷയായിരുന്നു, അതൊരു ടെസ്റ്റായിരുന്നു. ഞാനത് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നോ അതോ ദൈവം കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമുക്ക് ഇതിൽ കാണുന്നൊരു കാര്യം. എന്താണ് ദൈവം നമ്മളിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാക്കുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. ഓക്കെ, ഇവിടെ പരീക്ഷ എന്നുള്ളതിൽ നമ്മൾ കാണുന്നത് ട്രയൽ എന്ന് കാണുന്നെങ്കിലും അത് ഗ്രീക്കിൽ അതൊറ്റ വാക്കാണ് ഉപയോഗിച്ചത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് പാസ്സാകുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നു, അല്ലെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ കണ്ടത്, നമ്മൾ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ആണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. നമ്മളതിൽ തെറ്റിപ്പോകുന്ന സമയത്ത് എന്തുവാണ് നമ്മളെ ചെയ്യുന്നത്? താഴ്ത്തുന്നു, ഇല്ലേ? നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ 3 വരെയാണല്ലോ നമ്മൾ വായിച്ചത്. 3-ാം വാക്യത്തിൽ അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് യഹോവ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്? താഴ്ത്തുകയും വിശപ്പിക്കുകയും വിശപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിൽ അത് ഹി വിൽ ഹംബിൾ യു ആൻഡ് ഫീഡ് യു ആൻഡ് ഫീഡിങ് യു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് കർത്താവ് അവരെ വിശപ്പിച്ചിട്ട് പോഷിപ്പിച്ചു? ഇതൊരു ദൈവത്തിൻ്റെ ഒരു വേ ഓഫ് വർക്കിംഗ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ മന്ന കൊടുത്തു. മന്ന അവർക്ക് പകല് കളക്ട് ചെയ്യാം, അത് കഴിച്ച് പിറ്റേ ദിവസത്തേക്ക് അവർ വെക്കുമോ? ഇല്ല, അന്നത്തേക്കുള്ളത് പെറുക്കണം. ഇങ്ങനെ വിചാരിക്കുക, 7 മണിക്ക് നമ്മൾ അത്താഴം കഴിച്ചു, നമ്മുടെ വീട്ടിലെ ഭക്ഷണമെല്ലാം തീർന്നു, ഫ്രിഡ്ജിലൊന്നുമില്ല, കടകളില്ല, ഹർത്താലാണ്, ബന്ധാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ്, നമുക്കൊന്നും വാങ്ങിക്കാൻ സാധിക്കത്തില്ല, നമുക്ക് വിശക്കുന്നു. എന്തു ചെയ്യും? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കാത്തിരിക്കുന്നു, കിടന്നുറങ്ങുന്നു. രാവിലെ 8 മണിക്ക് ഇനി അടുത്ത മന്ന.
അത് ആ ഒരു അനുഭവം ഇസ്രായേൽ മക്കൾ കടന്നുപോയി. അവിടെ കാണുന്നത്, ഞാൻ നിങ്ങളെ വിശപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം കർത്താവ് തരുന്നുണ്ട്. ആദ്യത്തെ എന്തിനാണ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീണ്ടും താഴ്ത്തുകയും അവനിൽ ആശ്രയിക്കാൻ വേണ്ടിയും. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കൂടുതലായിട്ട് കർത്താവിനെ ആശ്രയിക്കുവാൻ നാം റെഡിയാകും. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പലരെയും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഈ ട്രിക്ക് നമ്മളും കൂടെ ഒന്ന് ചെയ്യണമെന്ന്. ഇന്ന് പല മാതാപിതാക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തുവാണ്? അവരെ ഭക്ഷണം കഴിപ്പിക്കുക. അതിനാണല്ലോ നമ്മൾ തലകുത്തി കിടന്ന് പല കാര്യങ്ങൾ ചെയ്യുകയും മൊബൈൽ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്റ്റൈൽ എന്തുവാണ്? വിശപ്പിക്കുക, എന്നിട്ട് പോഷിപ്പിക്കുക. വിശപ്പിച്ച് കഴിഞ്ഞാൽ പോഷിപ്പിക്കാൻ എളുപ്പമാണ്. നമ്മുടെ അനുഭവങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകൾ നമ്മളെ വിശപ്പിക്കുന്ന ആണെങ്കിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. കാര്യം അത് അവൻ പോഷിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു മുൻകുറിയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ് നിങ്ങളായിരുന്നാലും ഇന്ന് അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് പാലിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കും. നമ്മളത് പാടിയല്ലോ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാഗ്ദത്ത നാട്ടിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്. ഈ ജീവിതത്തിലും വരും ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി ബലപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഏത് സാഹചര്യമാണെങ്കിലും കൊള്ളാം, ഏതവസ്ഥയിലാണെങ്കിലും കൊള്ളാം, അടുത്തൊരു സ്റ്റേജിനെക്കുറിച്ച് നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ പുതിയതായിട്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരായിരിക്കാം. മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയുന്നില്ലായിരിക്കാം. നിങ്ങൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കണ്ണുകളെ നടച്ചാട്ടെ. ജീവിതങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ആത്മാക്കളും നിങ്ങളുടെ മനസ്സുകളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഏത് പരീക്ഷയാണ്, ഏത് ടെസ്റ്റാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഏത് ടെസ്റ്റാണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ തോറ്റുപോയിട്ടുള്ളത്, ഏത് ടെസ്റ്റാണ് ഞാൻ വിട്ടുപോയിട്ടുള്ളത്, എൻ്റെ കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ എളിമപ്പെടുത്തുന്നു എന്നൊന്ന് നമുക്ക് പറയാം. അങ്ങനെ ആണെങ്കിൽ കർത്താവ് നമ്മളെ ഉയർത്തും, ഐശ്വര്യമായിട്ട് അനുസരിക്കും. പത്രോസ് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ തെറ്റുപറ്റിയെന്ന് അവന് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിലും ഒന്ന് നോക്കാം. ഏതെങ്കിലും മേഖലയിൽ കർത്താവിന് വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ചെയ്തു പോയിട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഏറ്റുപറയാം. അതിദുഃഖത്തോടെ നമ്മൾ കരയുന്നുവെങ്കിൽ കർത്താവ് സ്നേഹത്തോടെ തിരിച്ച് അണയ്ക്കുന്ന ആ ഒരു കർത്താവ്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു, ഉണ്ട് കർത്താവെ നീ അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് ചേർന്ന് പറയാം. ആ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ, നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. അങ്ങനെയെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ സ്റ്റേജിലും വരുന്ന പരീക്ഷ നമുക്ക് അത് പാസ്സായി ജയിച്ച് ജയാളിയായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. പല പരീക്ഷകളും നമ്മൾ അറിയുന്നില്ലായിരിക്കും, എന്നാൽ അനുസരണയോടുകൂടി നടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പരീക്ഷ പാസ്സായി ആ പരീക്ഷയെ കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ആ അനുഗ്രഹങ്ങളെ വർഷിക്കുവാൻ സാധിക്കും. ഈ ലോകത്തിൽ മാത്രമല്ല, വരും ലോകത്തിലും നിത്യതയിലും നമ്മളോട് കൂടിയിരിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.